ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നീണ്ട വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പൂരം കാണാത്തവരൊക്കെ നമ്മൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അടിപൊളി പൂരം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. 9 കാളയാണ് കേട്ടോ. ഇത് നമ്മുടെ കൊപ്പം പിലാശ്ശേരിയാണ് കേട്ടോ അത് പൂരമുള്ളത്. നമ്മുടെ വലിയ നാത്തൂൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ പൂരം. അവരെ വീട് വാടകയ്ക്ക് നിൽക്കുന്ന വീടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം കേട്ടോ, പോണതും വരുന്നതൊക്കെ കാണാം. അപ്പോൾ ഇത് അവിടെ കളിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കാളൻ്റെ തലമ്മത്തെ കൊമ്പൊക്കെ എടുത്ത് മാറ്റിയിരിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കറണ്ടും കമ്പിമ്മക്ക് തട്ടുമല്ലോ പോകുമ്പോൾ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഓല അത് അവിടെ പൂരപ്പറമ്പുണ്ട്, അവിടെ കൊണ്ടുപോയി നിർത്തുമ്പോഴാണ് ഓല കാളക്ക് കൊമ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഒരു സൈഡിൽ കാളക്ക് കൊമ്പൊക്കെ കൊടുത്തുങ്ങാണ്ട് അവിടെ നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞാലുള്ള എടുക്കുക. അപ്പോൾ ആദ്യം ഇപ്പോൾ ഈ കാളയാണ് കേട്ടോ പോണത്. അപ്പം നമ്മുടെ ആസുകുട്ടൻ ഇതങ്ങനെ നോക്കുകയാണ് കേട്ടോ കാളനെ. ഓന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കാളിനെ കാണുന്നത്. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇരുന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്ത് നിങ്ങളൊക്കെ പൂരം ഇതുപോലത്തെ ഒരു പൂരം നിങ്ങൾ കണ്ടിക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ആ ചങ്ങായിയോട് വീണു, കറങ്ങിയിട്ടാണ് ഇരുന്നിക്ക. നീച്ചു നീച്ചു അയാളെ നിങ്ങള് അതപ്പ വല്ലതും ഉണ്ടാവും. പിന്നിപ്പോ ഇതിന്റെ കാര്യം വലുതാണ്. ഒരു ആനയാണ് ഇപ്പൊ ഇതൊന്നും നോക്കണം.
ഇതാണ് കേട്ടോ ഫസ്റ്റ് കാള. നല്ല രസമുണ്ട് കേട്ടോ കാളിനെ കാണാൻ. ഇടയ്ക്ക് കാള കണ്ണൊക്കെ ചിമ്മും. നല്ല രസമുണ്ട് കേട്ടോ. തലയൊക്കെ അതങ്ങനെ ആട്ടുന്നു. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ കാള വരുന്നത്. ഇത് ഒരു 6 മണിക്കാണ് കേട്ടോ ഈ കാള എടുത്തിരിക്കുന്നത്. ഒരു 4 മണിയായപ്പോൾ പൂരം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കാളവരവ് ഒരു 4:30 ഒക്കെ ആ ടൈം, 5 മണി ആ ടൈമിലൊക്കെയാണ് കേട്ടോ കാളവരവ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇതാണ് കേട്ടോ രണ്ടാമത്തെ കാള വന്നിട്ടുള്ളത്. കാളകളൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. ലക്ഷങ്ങൾ വില വരുന്ന കാളകളാണ്. ഈ കണ്ണ് തിളങ്ങുന്നു. എന്താണ് ഈ കണ്ണടക്കണോക്ക് കണ്ണ് നാവ് പുറത്ത് കിട്ടുന്നുണ്ട്. ഞാൻ അതിനെ തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ഫോട്ടോ ഞാൻ നാവ് പുറത്ത് ഇപ്പൊ പുറത്ത് കിട്ടോ അതാ ആ
ചാട് ചാട് ചാട്. വാങ്ങട്ടോ. ഇപ്പൊ മാറിക്ക. എന്താടാ ഓല് വെച്ചൊന്നും ചെയ്തില്ല. ഇന്നിടിച്ച് വാങ്ങിപ്പോ നിക്കാം. ഞാൻ പൊട്ടിച്ച് കാണിച്ചിരുന്നു. ഞാൻ ഒരു കളിപ്പാട്ടോ അങ്ങനെ കാണിച്ചു. പിന്നെ ഞാൻ എന്നോട് പറഞ്ഞു. അത് പറഞ്ഞിട്ട് പറഞ്ഞു. അത് പാങ്ങ ഏറ്റവും വലിയ കാളയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത്. ഇതാണ് കേട്ടോ ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ കാള. ഇതിൻ്റെ തലനെ കണ്ടോ, നല്ല വലിപ്പമുണ്ടല്ലോ. ഇത് നമ്മൾ കൊണ്ടുപോകുന്ന ടൈമിലുണ്ടല്ലോ കറണ്ടിൻ്റെ വയറുണ്ടല്ലോ അതിന്മേൽ ഒന്ന് തടഞ്ഞു നിന്നിട്ടോ. ഇതിൻ്റെ കൊമ്പിൻ്റെ ഭാഗം ഇതായിട്ട് നിന്നിട്ട് കുറേ ശ്രമിച്ചിട്ടാണ് കേട്ടോ അവിടുന്ന് ഇതാക്കിയിട്ടാണ് കേട്ടോ അവിടുന്ന് രക്ഷപ്പെട്ട് പോകുന്നത് തന്നെ. ഇതാണ് ഏറ്റവും വലിയ കാള. പറയല്ലേ ചങ്കിൻ്റെ അവിടെ ചങ്കിൻ്റെ അവിടെ നോക്കാം. ഈ വരുന്നതാണ് കേട്ടോ ഇനി മൂന്നാമത്തെ കാള. ഈ ഭാഗത്തുനിന്ന് 4 കാളകളാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതും അതേപോലെ നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു കാളയാണ് കേട്ടോ. ഞമ്മക്കൊന്ന് മാറിക്ക. അയ്യോ അങ്ങോട്ട് കുഞ്ഞുട്ടിയാ അങ്ങോട്ട് പക്ഷേ
കരടിയോളും അതുപോലെ മുയലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം നല്ല കളറായിരുന്നു. അങ്ങനെ മെഹഫിനു വന്നുകാണ്ട് എന്ത് ചെയ്തു, കരടി ഒന്ന് കൈ കൊടുത്തിട്ടോ. അപ്പോൾ ഓനക്ക് ആകെ പേടിയായിരിക്കണം. അപ്പോൾ ഓൻ ആ പേടിയിൽ ഓന് ആകെ തയ്ക്കണം കേട്ടോ. ആൾ ആകെ ഷോക്കായിക്കണ്. അങ്ങനെ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താ ഇത് ചെറിയ ആൾക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ആസിക്കുട്ടനിക്ക് ഓൻ അതിനെ പോയി തൊട്ടു. അങ്ങനെ ഓനോട് കരടിക്കുട്ടന് തലയൊക്കെ മാന്തി കൊടുക്കുന്നത്, അതുപോലെ ഓനെ ഹഗ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടോ. ഓനക്ക് അങ്ങനത്തെ ഒരു പേടിയോ കാര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. മിഫ് എന്തായി? ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പാടത്ത് കാളകളൊക്കെ നിരത്തി വെച്ചിക്കണ് പറഞ്ഞു. 9 കാളകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടോ, നിർത്താതെ പൊട്ടുന്ന സൗണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കൊണ്ടു. ഇനിയിപ്പോൾ ഇവിടെ ചെന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എപ്പോഴാണ് നേരം കുറേ ആവില്ലേ പറഞ്ഞിട്ട് പിന്നെ ഇനി നമുക്ക് കുളത്തൂർ വീട്ടിലേക്കും പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കടകളിൽ നിന്നൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വെച്ചു. ഞങ്ങൾ എന്തായാലും അവിടേക്ക് പോയിട്ടോ. നമുക്ക് ബസ് വാങ്ങല്ലേ? പോവുള്ളൂ. ആ മിഫ് വേണ്ട കുറച്ച് മിഫോജ് എന്താടാ വാങ്ങണത്? അടാച്ച് പൊട്ടിക്കാ ചെവിയിലൊക്കെ വാങ്ങൊക്കെ നല്ല ഇഷ്ടമാണ്. ഞാൻ വീഡിയോ എടുത്തിട്ട് വിട്ടുതരട്ടോ. വെച്ച് പോയിക്കണടാ അമ്മമ്മനെ കൊണ്ടുപോയി കൊടുക്കാൻ. ഇളനീനുണ്ട്, റെഡ് വെൽവെറ്റും ഉണ്ട്. ഏയ് മിഫ മേലക്കോക്കടാ.
വാങ്ങിക്കോ മിഫോ, വാങ്ങിക്കോ മിഫോ, മിഫോ വാങ്ങിക്കോ. പാടി 8 പറഞ്ഞിക്കണം. മെച്ചി 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 തരാം. മെച്ച മാമിക്കോണ്ടേ ഞാനാ അതിന്റെ ചെറിയൊക്കെ അങ്ങനത്തെ വാങ്ങിക്കോളൂ. ഇനി അങ്ങോട്ട് പോകുന്നിടത്തോളം അവിടെ അവിടെ ഇവിടെ ഒന്നും കാണില്ല. ചെരുപ്പ് പൊട്ടിയോ? പറയട. കാണലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് പിന്നെ കുട്ടികൾക്കൊക്കെ ഓരോന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഓരോന്ന് എന്താ വാങ്ങാൻ വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചെറിയ ആൾക്ക് ആ ചെവിയിൽ വെക്കണ സൗണ്ട് ഉണ്ടാക്കണം അതും വാങ്ങി, മറ്റാൾ ബസ്സും വാങ്ങിട്ടോ. അങ്ങനെ വീട്ടിൽ നടന്ന് പോവുകയാണ്. ഇത്രയുള്ള വീഡിയോ.